ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷസ് കോർണർ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞണ്ട് കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടാണ്. ഇതിൻ്റെ കളർ എന്താ ഇങ്ങനെ എന്ന് വിചാരിക്കരുത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. അതാണ് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുള്ളത്. കുക്കറിലേക്ക് ഞണ്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്പ് ക്ലോസ് ചെയ്ത് ഞാനിവിടെ 1 വിസലാണ് ചെയ്തെടുക്കുന്നുള്ളത്. 1 വിസലൊക്കെ വന്ന് കുക്കർ നല്ലപോലെ ഒന്ന് ആറുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കരിവേപ്പിലയും ചെറിയ ഉള്ളിയും പെരുംജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാനുണ്ട്. കുറച്ച് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് വറ്റൽ മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും വറ്റൽ മുളകും രണ്ടും ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കണം. ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കർ 1 വിസലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8-9 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോ, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, സെയിം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളിയും ടൊമാറ്റോ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കറി വയ്ക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് നമ്മൾ മസാല ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ആയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അടിക്ക് പിടിക്കുന്നത് കാരണമാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഉള്ളിയും ടൊമാറ്റോയും കുറച്ച് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അവിടേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ഞണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സൂപ്പോട് കൂടിയാണ്, ആ വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞണ്ടിലോട്ട് ആ ഒരു മസാല പിടിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ടൊമാറ്റോയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഞണ്ട് കുക്കായത് കൊണ്ട് തന്നെ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കറി റെഡി ആയിക്കോളും. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മിക്സി ജാറ് കഴുകിയ വെള്ളം മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഞണ്ട് വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ എരിവും പുളിയും ഒക്കെ ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 2 തള തിളപ്പിച്ചാൽ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആവുന്നതാണ്. ഇനി ഇതിലേക്ക് അവസാനം 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും ആ ഞണ്ടിലേക്ക് എരിവും പുളിയൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കും. നല്ല ചൂട് ചോറിനോടൊപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല വറുത്തരച്ച നാടൻ ഞണ്ട് കറിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.